ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇൻ ടാലി. എന്താണ് ജി എസ് ടി ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ്? ജി എസ് ടി റൂൾ പ്രകാരം നമുക്ക് ഏതെങ്കിലും അഡ്വാൻസ് മേടിക്കണം, അതായത് ഗുഡ്സ് ആൻഡ് സപ്ലൈ സർവീസ് നമുക്ക് കൊടുക്കാമെന്ന് ബേസ് ചെയ്തിട്ട് അഡ്വാൻസ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ രജിസ്റ്റേഡ് ഡീലറാണെങ്കിൽ നമ്മൾ ജി എസ് ടി പേയ്മെൻറ്റ് നടത്തുകയും വേണം, അതുപോലെ അവർക്ക് അഡ്വാൻസ് റെസിപ്റ്റ് കൊടുക്കുകയും വേണം. ഇത് എങ്ങനെയാണ് ടാലിയിൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് കാണാം. അതായത് ഞാൻ ഓസ്കാർ ട്രേഡേഴ്സിന് 10,000 rupees അഡ്വാൻസ് മേടിച്ചു 2 ജൂലൈയിൽ. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 8-ാം തീയതിയാണ് പ്രൊഡക്റ്റ്, അതായത് 2 ഓഗസ്റ്റിലാണ് ഐറ്റം കൊടുക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഒരു റെസിപ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം. അതായത് അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നിട്ട് F6 ടൈപ്പ് ചെയ്തിട്ടൊരു അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്കിപ്പോൾ ഡേറ്റ് ഇപ്പോൾ 2 ഓഗസ്റ്റാണ് എടുക്കുന്നത്, ഞാൻ അത് 2 ജൂലൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. F2 ക്ലിക്ക് ചെയ്തിട്ട് 2 ജൂലൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അടിക്കുക. ഇവിടെ ഞാൻ ബാങ്ക് ത്രൂ ആണ്, അതായത് ചെക്കാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെക്കിൻ്റെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏതാണ് ബാങ്ക് സെലക്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ അഡ്വാൻസ് റെസിപ്റ്റിനോട് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ, എന്നാലാണ് അത് വർക്കൗട്ട് ആവുള്ളൂ. അത് കഴിഞ്ഞ് ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ഓൾറെഡി കസ്റ്റമർ ഇല്ല, അതിൻ്റെ Alt+C സെലക്ട് ചെയ്തുകൊണ്ട് പുതിയ ലെഡ്ജർ ക്രിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഓസ്കാർ ട്രേഡേഴ്സിൻ്റെ പേരിൽ ഞാൻ പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് സൺഡേ ഡെപ്റ്റസ്. ഇവിടെ എനിക്ക് മെയിൻറ്റെയിൻ ബിൽ വൈസ് എസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് അഡ്രസ്സ്, ഞാൻ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജി എസ് ടി ഡീറ്റെയിൽസിൽ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് എസ് കൊടുത്തിട്ട് റെഗുലർ ടൈപ്പാണ് കസ്റ്റമർ റെഗുലർ കൊടുക്കുക. അതുപോലെ ജി എസ് ടി നമ്പറും കൊടുക്കുക. എന്താണ് ജി എസ് ടി നമ്പർ എപ്പോഴും ശ്രദ്ധിച്ച് കൊടുക്കുക, അതായത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വെർട്ടിക്കൽ ബിസിനസ് വെർട്ടിക്കൽ നമ്പറുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എസ് കൊടുക്കുക. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വാൻസ് മേടിച്ചത് നമ്മൾ പർട്ടിക്കുലർ ഐറ്റം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത് ടോട്ടലാണ് എമൗണ്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ജി എസ് ടി സെയിൽസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ജി എസ് ടി സെയിൽസ് കൊടുക്കുക. ഇവിടെ നമുക്ക് 10,000 മേടിച്ചു, 10,000 നമുക്ക് ആദ്യം ബൈഫിക്കേറ്റ് ചെയ്യണം, അത് ടാക്സ് എമൗണ്ട് ആയിട്ട്. അതിന് വേണ്ടി F12 ക്ലിക്ക് ചെയ്ത് കോൺഫിഗറേഷൻ കൊടുക്കുക, ഇൻക്ലൂസീവ് ടാക്സ് ആയിട്ട്. ഇനി 10,000 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈഫിക്കേറ്റ് ആയി മാറും. അതായത് എമൗണ്ട് എത്രയും ജി എസ് ടി CGST എത്രയാണ് കറക്റ്റായിട്ട് വരും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ വേണ്ടിയാണ്. ഇനി അത് കഴിഞ്ഞാൽ അഡ്വാൻസിൽ ഇവിടെ റെഫറൻസിൽ നമ്മൾ ന്യൂ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അഡ്വാൻസ് ഏതാണോ അത് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എസ് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ 8,474 ആണ് നമ്മൾ എമൗണ്ടിലേക്ക് മേടിച്ചിട്ടുള്ളത്, ബാക്കി ടാക്സ് എമൗണ്ടിലേക്കാണ് വേണ്ടത്. ഇത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ചെക്കിൻ്റെ ആണെങ്കിൽ നമ്പർ കൊടുക്കുക, എസ് കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണെന്ന് നമുക്ക് സിസ്റ്റത്തിൽ കാണണമെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്പ്ലേയിൽ വന്ന് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ GSTR 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതായത് നമ്മൾ ടാക്സ് ലയബിലിറ്റി ഇൻക്രീസ് അതിൻ്റെ ഇവിടെ 8,474 അഡ്വാൻസ് മേടിച്ചിട്ട് 762 വെച്ചിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യണം, അതായത് ജൂലൈയിൽ. ഇനി ഞാൻ നെക്സ്റ്റ് മന്തിലേക്ക് വരണം, അതായത് ഗുഡ്സ് സപ്ലൈ ചെയ്യണം വിചാരിക്കുക ഓഗസ്റ്റിൽ. അത് ഇവിടെ F8 ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടാക്സ് ഇൻവോയ്സ് സെലക്ട് ചെയ്യുക, ക്ലാസ് GST ക്ലാസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 2 ഓഗസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമർ നെയിം ഓസ്കാർ ട്രേഡേഴ്സ് ടൈപ്പ് ചെയ്യണം. ഓസ്കാർ ട്രേഡേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഐറ്റം മേടിച്ചിട്ടുള്ളത്, ദാറ്റ് മീൻസ് നമ്മൾ ടോട്ടലാണ് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഐറ്റം എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ഹെൽമെറ്റാണ് ഓസ്കാറിൻ്റെ പേരിൽ ബില്ലടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഹെൽമെറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക, ഹെൽമെറ്റ് സെലക്ട് ചെയ്യുക, നോട്ട് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക. ഞാൻ 10 ക്വാണ്ടിറ്റിയാണ്, 1000 രൂപ വെച്ചിട്ട് വിലയുള്ള 10 ക്വാണ്ടിറ്റിയാണ് ഇവിടെ മേടിച്ചിട്ടുള്ളത്. എൻ്റെ ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യാൻ നടത്തുക. അതായത് നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത് ടോട്ടൽ എമൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കിവിടെ അഗേൻസ്റ്റ് റെഫറൻസ് ഒരു ഓപ്ഷൻ കൂടി വരും. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഗേൻസ്റ്റ് റെഫറൻസ് വരും. ഇവിടെ അഗേൻസ്റ്റ് റെഫറൻസിൽ വന്നിട്ട് നമ്മൾ അഡ്വാൻസാണ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അഡ്വാൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കൂടിയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമുക്ക് GST റിട്ടേണിൽ എങ്ങനെയാണ് ഇംപ്ലിക്കേഷൻ വരുന്നത് വെച്ചാൽ ഡിസ്പ്ലേയിൽ വരാൻ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ കാണാം. അതായത് GSTR 1 എടുത്തു കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ടാക്സ് ലയബിലിറ്റി ആണെങ്കിൽ
ഈ മാസം സെറ്റ് ഓഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അത് സെറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് അഗൈൻസ്റ്റ് അഡ്വാൻസ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത്രയും കുറച്ച് പൈസ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കസ്റ്റമർക്ക് ഈ പ്രാവശ്യം അവർക്ക് ബില്ല് ക്ലെയിം ചെയ്യാനും പറ്റും. ടാക്സിൻ്റെ അഡ്വാൻസ് കൊടുത്ത ടാക്സ് എമൗണ്ട് അവർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇത്രയും പ്രോസസ്സാണ് അഡ്വാൻസ് പേയ്മെൻറ്റിൽ വരുന്നത്. സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ബൈ. സി യു. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ബൈ.